ഇന്ന് പറയാനുള്ളത് കുറേ പ്രശ്നങ്ങളാണ് ട്ടോ. പ്രശ്നങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വല്ല പരിഹാരവും കിട്ടുമോയെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. കുറച്ച് ദിവസം മുന്നേ 10 മണിച്ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി നട്ടിട്ടുണ്ട്. മാറ്റി നടാനുണ്ടായ കാരണം എന്താ വെച്ചാൽ ചില ചെടികളൊക്കെ ഇങ്ങനെ നാശാവുന്നത് പോലെ തോന്നിയപ്പോഴാട്ടോ വേഗം മാറ്റി നട്ടത്. അതുവരെ ഇന്ന് നടാം നാളെ നടാന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ദിവസം അങ്ങനെ പോയി ട്ടോ. അപ്പോൾ ഇതേപോലെ 2 ചട്ടികളിലായിട്ടാണ് 10 മണിച്ചെടി നട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരെണ്ണത്തിൽ 4 എണ്ണം ഒരെണ്ണത്തിൽ 3 ചെടികളാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടുതൽ പ്രശ്നം ഏതിനാന്ന് വെച്ചാൽ ഈ റെഡ് കളറുള്ള ചെടിക്കാണ്. ഈ ഡാർക്ക് കളറുള്ള തണ്ട് വരുന്ന ചെടിയിലാണ് കേട്ടോ റെഡ് പൂവുണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയുടെ പൂക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റ ഭാഗത്ത് ഇതേപോലെ പൂപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെടിയിൽ ഇങ്ങനെ പൂപ്പൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ചെടിയുടെ പ്രശ്നമാണെന്ന്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. പിന്നീട് എല്ലാ ചെടികളിലും ഇതേപോലെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞു. ബാക്കി ഭാഗം പൊട്ടിച്ച് കളയാനും തോന്നുന്നില്ല, എന്നാൽ വെക്കാനും തോന്നുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ. പിന്നെയുള്ള 10 മണിച്ചെടി എന്ന് പറയുന്നത് ഈ നല്ല ഗ്രീൻ ആയിട്ട് നിൽക്കുന്ന കേട്ടോ. അതിലുണ്ടാവുന്ന പൂക്കൾ വൈറ്റും പിന്നെ ഒരു ഡാർക്ക് മജന്ത പോലത്തെ ഒരു കളറുമാണ്. അതിലും ചെറുതായിട്ട് പൂപ്പൽ വരുന്നുണ്ട്. പക്ഷേ ഈ റെഡിൻ്റെ അത്രയും ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ചെടിയിൽ ആദ്യം തന്നെ പൂപ്പൽ പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ചെടി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ മണ്ണിലാണ് കേട്ടോ നട്ടു കൊടുത്തത്. അപ്പോൾ ആ ഭാഗത്തോട്ട് നല്ലപോലെ വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് വെയിൽ കൊണ്ടിട്ട് പൂപ്പൽ പോകും എന്നുള്ള ഒരു വിചാരത്തിലാണ് കേട്ടോ അവിടെ നട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ചെടി മണ്ണിൽ വെച്ചപ്പോൾ ഒന്നും ഉഷാറായിട്ടുണ്ട്. പക്ഷെ ആ പൂപ്പലൊന്നും പോയിട്ടില്ല കേട്ടോ, അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ശരിയാക്കിയതും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. ഇതിൻ്റെ തലഭാഗം ഒടിച്ചു കൊടുത്താൽ മതിയോന്നോ അല്ലെങ്കിൽ ഇതിന് വല്ല മരുന്ന് ഇട്ട് കൊടുക്കണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അറിയുന്നവർ. നമ്മൾ മുമ്പേ മണ്ണിൽ നട്ടിട്ടുണ്ടായിരുന്ന 10 മണിച്ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചട്ടിയിൽ വെച്ചതിനേക്കാളും കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത് മണ്ണിലാണ്. ആ ഒരു പ്രതീക്ഷയിൽ നട്ടതാണ് കേട്ടോ മറ്റേ 2 10 മണിച്ചെടിയും. അപ്പോൾ അതും ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ മാറി പൂക്കളുണ്ടായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് നമ്മുടെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പച്ചമുളക് ചെടിയിൽ 2 പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഏകദേശം ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട്. രണ്ടും തന്നെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. വേറെ 2 പച്ചമുളകിൻ്റെ തൈകൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടാണ് ആദ്യം വെച്ചിരുന്നത്. അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കായ ഉണ്ടാവുന്നില്ല കേട്ടോ. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അവസ്ഥ. കായുള്ള ചെടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ പോളിനേഷനൊക്കെ നടന്നിട്ട് മറ്റേ 2 ചെടികളിലും കൂടി കായ ഉണ്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ 2 മുളക് ചെടികളും കൂടി കായുള്ളതിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താവുന്നൊന്നും അറിഞ്ഞൂടാ. തക്കാളി ചെടിയിൽ മുട്ടുകൾ ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ മുട്ടുകളൊന്നും ഇതുവരെ കായായിട്ടില്ല കേട്ടോ. അതിലുള്ള ചില മുട്ടുകളൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മാത്രം. അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ ഇലകളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇലകളുടെ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കായ് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ. നിൽക്കുന്ന അത്ര നിൽക്കട്ടെ, എത്രത്തോളം സർവൈവ് ചെയ്യുമെന്ന് നോക്കാമല്ലോ.